പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല് തന്നു ഓടി നടന്നൊരു പെണ്ണെ. കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണ ഒരാൾ മരത്തിൻ തൊട്ടിലിരിക്കണ ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല് തന്നു ഓടി നടന്നൊരു പെണ്ണെ. കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് പാട്ടിനെന്നും താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചൂട് വെച്ചിടും. പാടത്തിൻ്റെ ഓരത്തവൾ എന്നും ഇരിക്കും തെച്ചി പൂവ് പറിക്കാനായി മെല്ലെ നടക്കും. പാൽക്കാരൻ പയ്യനെ കാണാൻ വാഗമരത്തിൻ മറവില് നിന്ന് ആരുമറിയാതെ അവളെന്നും മെല്ലെ നോക്കിയിടും, പിന്നെ പുഞ്ചിരി തൂകിയിടും. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറ് നടന്നൊരു കാല് തന്ന് ഓടി നടന്നൊരു പെണ്ണ്. നെല്ല് നമ്മളുടെ എല്ലാവരുടെയും മുഖ്യ ആഹാരമാണ് നെല്ല്. ഏതാണ്ട് 5000 വർഷം മുമ്പേ തുടങ്ങി ജനങ്ങൾ നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെല്ലിൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് കന്നിമാസത്തിലെ മകം നാളാണ് നെല്ലിൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ധാന്യം നെല്ലാണ്. അത് നമുക്കിവിടെ 3 ഗ്രൂപ്പിൽ നമ്മളായിട്ട് നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിങ്ങനെയാണ്. ഈ പാടങ്ങളൊക്കെ നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പം നെല്ല് കൃഷിയൊക്കെ വളരെ ചുരുക്കം ആയി തീർന്നു പോയിക്കൊണ്ട് ചെയ്യാൻ ആളില്ലായിക്കൊണ്ടിരിക്കുകയാണ്.